സഹകരണത്തിലും കേന്ദ്രം പിടിമുറുക്കുമോ? ദേശീയ സഹകരണ നയത്തിൽ കേരളം ആശങ്കയിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നും ഇടത് സർക്കാരിനും സഖാക്കന്മാർക്കും വീണ്ടും പടിയു. ദേശീയ സഹകരണ നയം പ്രഖ്യാപിക്കാനിരിക്കെ കർശന വ്യവസ്ഥകൾ ഉണ്ടാകുമോ എന്ന ആശങ്കയിൽ സംസ്ഥാന സഹകരണ വകുപ്പ്. സഹകരണ മേഖലയ്ക്ക് ഒറ്റ നയം കർശനമായി നടപ്പാക്കുമെന്നാണ് കേന്ദ്രമന്ത്രി അമിത്ഷാ മുൻപ് പറഞ്ഞത്. സഹകരണ മേഖലയിൽ 2045 വരെ നടപ്പാക്കേണ്ട നയമാണ് പ്രഖ്യാപിക്കുന്നത്. കേന്ദ്രം സഹകരണ മേഖലയിൽ മുന്നോട്ട് വെച്ച ഏകീകൃത സോഫ്റ്റ്വെയർ, ഏകീകൃത നിയമാവലി എന്നിവയോടൊന്നും സംസ്ഥാനത്തിന് യോജിപ്പില്ല. ധനസഹായത്തിന് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടണമെന്ന വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം നിർദ്ദേശിച്ചതുപോലെ സഹകരണത്തിലും പിടി വന്നേക്കുമെന്നാണ് ആശങ്ക. നബാർഡ് വഴി വർഷം 1400 കോടി രൂപയുടെ വായ്പാ സഹായമാണ് സഹകരണ മേഖലയ്ക്കായി കേന്ദ്രം കേരളത്തിന് ലഭ്യമാക്കുന്നത്. നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴിയും സംഘങ്ങളിൽ പണം എത്തുന്നുണ്ട്. കേന്ദ്ര പദ്ധതിയായ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി 2000 കോടിയുടെ പദ്ധതിയും നടന്നുവരികയാണ്. ഈ പണം ലഭിക്കുന്നതിന് പുതിയ സഹകരണ നയത്തിലെ നിബന്ധനകൾ പാലിക്കേണ്ടി വന്നേക്കാം. സഹകരണത്തിന് പുതിയ മന്ത്രാലയം നിലവിൽ വന്നതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ നേരിട്ട് നാഫെഡ് മാതൃകയിൽ ദേശീയ തലത്തിൽ 3 മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ ആരംഭിച്ചിരുന്നു. നാഷണൽ കോഓപ്പറേറ്റീവ് എക്സ്പോർട്സ് ലിമിറ്റഡ്, ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ്, കൃഷക് ഭാരതി കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് എന്നിങ്ങനെ കാർഷിക വിപണന മേഖലയിലെ സമഗ്ര ഇടപെടലുകളാണ് ഇതുവഴി ഉദ്ദേശിച്ചത്. ഏത് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത സംഘങ്ങൾക്കും ഈ ബാങ്കുകളിൽ അംഗത്വം എടുക്കാമെന്നതായിരുന്നു വ്യവസ്ഥ. ഇതിനോട് കേരളം താൽപര്യം പ്രകടിപ്പിച്ചിട്ടില്ല. കേരളത്തിലെ സംഘങ്ങൾക്ക് സഹായം വേണമെങ്കിൽ ഈ എപെക്സ് ബാങ്കുകൾ വഴി മാത്രമേ ലഭിക്കൂ എന്ന നിയന്ത്രണം കൊണ്ടുവരുമെന്ന ആശങ്കയാണ് കേരളത്തിലെ സഹകരണ വകുപ്പിന്. സഹകരണ സംഘങ്ങൾക്ക് പെട്രോൾ പമ്പുകൾ, പാചകവാതക വിതരണ ലൈസൻസ് എന്നീ കേന്ദ്ര പദ്ധതികൾ കേരളം ഏറ്റെടുത്തിട്ടുമുണ്ട്. 2024-2025 സാമ്പത്തിക വർഷം അവസാനം വരെ കേരളത്തിന്റെ മൊത്തം കടബാധ്യത 4,71,091 കോടി രൂപയാണെന്നും വരും ദിവസങ്ങളിൽ ഇത് വർദ്ധിക്കുമെന്നും കണക്കാക്കുന്നുവെന്നും കേന്ദ്ര ധനമന്ത്രി പങ്കജ് ചൗധരി ലോക്സഭയിൽ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണങ്ങളെക്കുറിച്ച് NK പ്രേമചന്ദ്രന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കൂടുതൽ കടം വാങ്ങുന്നത് സംബന്ധിച്ച ചോദ്യത്തിന് ഇതര സംസ്ഥാനങ്ങൾക്ക് ബാധകമായ നിർദ്ദേശങ്ങളാണ് കേരളത്തിന് ബാധകമെന്ന് മന്ത്രി അറിയിച്ചു. ഇങ്ങനെ പോയാൽ കേരളത്തിന്റെ കടം 2026 മാർച്ച് 31-ന് 4,81,997 കോടി രൂപയായി വർദ്ധിക്കുമെന്നാണ് കണക്കാക്കുന്നതെന്നാണ് കേന്ദ്ര ധനമന്ത്രി പറഞ്ഞത്. ദേശീയപാത നിർമ്മാണത്തിലെ വീഴ്ച പഠനം നടത്തിയിട്ടില്ലെന്ന് നിതിൻ ഗഡ്കരി. കൂരിയാട് ഉൾപ്പെടെ 15 സ്ഥലത്ത് വീഴ്ചകളുണ്ട്. പുനർനിർമ്മാണം കരാറുകാരുടെ ചിലവിൽ. ദേശീയപാത നിർമ്മാണത്തിൽ കേരളത്തിൽ 5 വർഷത്തിനിടെ സംഭവിച്ച വീഴ്ചകളും അവയുടെ കാരണങ്ങളും കണ്ടെത്താൻ ശാസ്ത്രീയ സാങ്കേതിക പഠനങ്ങൾ നടത്തിയിട്ടില്ലെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. നിർമ്മാണത്തിനിടെയുള്ള തകർച്ചയും പൂർത്തിയായ ഭാഗങ്ങളിൽ വിള്ളൽ വീണതും ചൂണ്ടിക്കാണിച്ചായിരുന്നു ചോദ്യം. കനത്ത മഴ പെയ്യുന്ന കേരളം പോലുള്ള സംസ്ഥാനത്ത് ശാസ്ത്രീയ പഠനമില്ലാതെ നിർമ്മാണം നടത്തുന്നത് ആശങ്കാജനകമാണെന്ന് MP പറഞ്ഞു. മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് നിർമ്മാണവും പരിപാലനവും രൂപകൽപ്പനയും നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിലെ ദേശീയപാതയിലെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹരിക്കാനും വിദഗ്ധ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. നിലവിലെ പിഴവുകൾ കരാറുകാരുടെ ചിലവിൽ പരിഹരിക്കും. 15 വർഷത്തേക്കുള്ള അറ്റകുറ്റപ്പണികളും കരാർ കമ്പനികളുടെ ചുമതലയാണെന്നും മന്ത്രി പറഞ്ഞു.